എന്തിനും ഏതിനും വിവാദമാണ് അല്ലേ? ഏത് കാര്യത്തിനും ഇന്ന് വിവാദങ്ങൾ കൊണ്ട് ഇങ്ങനെ പുറമകലകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് സഹോദര ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഇന്ന് മതം നോക്കിയിട്ട്, നിറം നോക്കിയിട്ട്, ജാതി നോക്കിയിട്ട്, വർഗം നോക്കിയിട്ട് വേർതിരിവ് കാണിക്കുന്ന ഒരു ഗതികെട്ട കാലത്തിന്റെ നടുവിലല്ലേ സഹോദര ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയൊരു വിഷയമാണ് വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇപ്പൊ എവിടെ നോക്കിയാലും വേടൻ തന്നെയാണ്. റാപ്പർ വേടൻ എന്ന് പറഞ്ഞ് വേടനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ, വല്ലാത്ത വർഗീയ വിഷയങ്ങൾ ഇതിന്റെ ഉള്ളിൽ ചീറ്റിക്കൊണ്ട് നടക്കുകയാണ്. വേടൻ എന്ന് പറഞ്ഞാൽ ആരാ? എനിക്ക് അതേ വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന് നല്ലതുപോലെ പാടാനുള്ള കഴിവുണ്ട്. അതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ പാവങ്ങളെ ഉയർത്തിക്കാണിച്ചു കൊണ്ടുവരുന്നതാണ് ഞാൻ നോക്കിയിട്ട് അദ്ദേഹത്തിൽ കണ്ടത്. പിന്നെ മറ്റുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യവും സ്വഭാവത്തിന്റെ കാര്യമൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു മറപിടിച്ചുകൊണ്ട്, ഈ ഒരൊറ്റ കാര്യത്തിന്റെ മറപിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണവും അതുപോലെ മറ്റുള്ള രീതിയിലേക്ക് ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോ വിഷജീവികള്. ഒരു ടീച്ചറുണ്ട് കേരളത്തിൽ, പണ്ട് മുതലേ ആ ടീച്ചറിന്റെ സ്വഭാവം നമുക്കറിയാം. വിദ്വേഷ പരാമർശങ്ങൾ പറയുക എന്നതാണ് ആ പ്രിയപ്പെട്ട ടീച്ചറിന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത്. ഒരു നീണ്ട കാലഘട്ടത്തിന് ശേഷം വീണ്ടും ടീച്ചർ ഉദയം ചെയ്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേടനെ കുറിച്ച് കുറ്റം പറഞ്ഞ് പറ്റുമെങ്കിൽ ഇസ്ലാമിനെയും അങ്ങോട്ട് ഒടിച്ചു കയറ്റി എവിടെ മുസ്ലിമിനെ കുറിച്ച് നല്ലത് പറയുന്നുവോ അവിടേക്ക് എന്റെ പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്തതിന്റെ എന്തെങ്കിലും പറയാൻ കഴിഞ്ഞാൽ പിന്നെ അവരെ മറ്റൊരു രീതിയിലേക്ക് വൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കേരളത്തിന്റെ പൊതുബോധം. കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇങ്ങനെ ചന്ന ഭിന്നമാക്കി മതങ്ങളുടെ പേരിൽ ഇങ്ങനെ വല്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ ചന്ന ഭിന്നമാക്കിയിട്ട് അതിൽ നിന്ന് രക്തമൂറ്റി കുടിക്കാൻ കാത്തിരിക്കുന്ന രാക്ഷസികളായി ഇന്നത്തെ ചില ടീച്ചർമാര് മാറുന്നു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. എന്ത് ലാഭമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതിൽ നിന്ന് എന്ത് ലാഭ കച്ചവടമാണ് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ വർഗീയത പറഞ്ഞിട്ട് എന്തിനാണ് ജീവിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇവിടെ അതിനേക്കാൾ വലിയ എത്രയോ വലിയ പാട്ടുകൾ ഇവിടെ ഇറക്കിയിട്ട് നമ്മുടെ യുവാക്കളെ കട്ട ചോര കൊണ്ട് സർവത്തടിക്കൂ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇവിടെ യുവാക്കളെ വല്ലാത്ത രീതിയിലേക്ക് മോശമായ ചിത്രീകരണവും മോശമായ വൽക്കരിക്കപ്പെട്ട പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ആർക്കും മിണ്ടാട്ടമില്ല. പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ശബ്ദമായിട്ട് ഒരു വേടന്റെ പാട്ട് കേരളത്തിൽ വിവാദമായി മാറുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടിയുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ എന്തിനു വേണ്ടിയാണ് എല്ലാത്തിലും ഒരു പാട്ടിൽ പോലും വർഗീയത കണ്ടെത്തിയിട്ട് അതിനെ വിമർശിക്കപ്പെടുന്ന ആളുകളായി നമ്മുടെ കേരളം മാറിയാൽ ഇനി എങ്ങോട്ടേക്കായിരിക്കും കേരളത്തിന്റെ പോക്ക്? ഇന്ന് ഹോൾസെയിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ കച്ചവടം നടക്കുന്നത് വർഗീയതയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും സംഘടനകളിലായാലും എവിടെയായാലും എവിടെയെങ്കിലും വർഗീയത വിഷം ചീറ്റിയാൽ അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, വിജയത്തിലേക്ക് എത്തിക്കുന്നു എന്ന ഒരു മാനദണ്ഡമാണെന്ന് പലരും കാണിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പലർക്കും മുസ്ലിമീങ്ങളോട് വല്ലാത്ത ഒരു അറപ്പും ദേഷ്യവും വെറുപ്പുമാണ്. എന്തേ കാര്യം? എന്റെ മോനെ സത്യത്തിന് വേണ്ടി പറയുന്നത് കൊണ്ട്, ധർമ്മം പറയുന്നത് കൊണ്ട് മുസ്ലിമീങ്ങളോട് ദേഷ്യം കാണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലല്ലേ ഞാൻ നിങ്ങളും ജീവിക്കുന്നത്? ഹിജാബ് ധരിച്ചിട്ടൊരു പെണ്ണ് ഞാൻ നോക്കുകയാണെന്ന് 10ാം ക്ലാസ്സിലും +2 പഠിച്ചിട്ട് A+ മേടിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവരവരുടെ മതത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടെ പഠിച്ച ആ പാണ്ഡിത്യത്തിന്റെ ആ ഒരു വലിയ മഹാത്മ്യം കൊണ്ട് അവർ തലയും ഹിജാബും ധരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ്. ആ ഫോട്ടോയും എടുത്തു വെച്ചിട്ട് അതിന്റെ താഴെ വന്നിട്ട് മോശമായ കമന്റ് ഇടുന്ന കേരളത്തിന്റെ വർഗീയവാദികളോട്, വെറും ശവന്തീനി ഉറുമ്പുകളോട് പറയാനുള്ളത്, ഇവിടെ ഉടുതുണിയില്ലാത്ത സ്വാമിമാരെ മുന്നിൽ പോയി പൂജ നടത്തിയിട്ടാണ് പലരും നടക്കുന്നത്. അതിനൊന്നും ഇവന്മാർക്കൊരു പ്രശ്നമില്ല. ഒരു പെണ്ണ് തലമറച്ച് ഹിജാബ് മറച്ച് അവരുടെ മുഖം മറച്ചിട്ട് ഒരു ഫോട്ടോയിലേക്ക് കടന്നു വന്ന് പോസ്റ്റ് ചെയ്യുമ്പോ ഇവനൊക്കെ പൊള്ളുന്നുവെങ്കിൽ ആ പൊള്ളലിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് സഹോദരങ്ങളെ. അവന്റെ ഉള്ളിൽ ഇരിക്കുന്ന വർഗീയത വിഷം തീറ്റിയിട്ട് അവന്റെ നാവിലൂടെ അവന്റെ കയ്യിലൂടെ കമന്റുകളായിട്ട് പുറത്തു വരുന്നതാണ്. എന്താണ് ഈ മുസ്ലിമിനോട് ഇത്രമേൽ ഇവർക്ക് വൈരാഗ്യം? എന്തിനാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുകയെ. ഒരു ഡ്രസ് കോഡ് പോലും അവർക്ക് അസഹനീയമായിട്ട് തോന്നുന്നുവെങ്കിൽ എവിടേക്കാണ് നമ്മുടെ ഈ കേരളത്തിന്റെ പോക്ക്? എങ്ങോട്ടേക്കാണ്
നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ സഹോദരങ്ങളെ, ഈ വല്ലാത്ത എല്ലാം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് നമ്മളൊന്നും വിചാരിക്കാത്ത വർത്തമാനങ്ങളും വാർത്തകളുമാണ്. അപ്പൊ അതിന്റെ പിന്നാലെ നമ്മൾ കടന്നു പോകാതെ നമ്മൾ സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും സൽപന്താവിലേക്ക് കടന്നു പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.